സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് തഞ്ചാവൂരിലെ തന്നെ ഒരു ഉദ്യാന കേന്ദ്രമായിട്ടുള്ള ശിവഗംഗ പാർക്ക്. നേരത്തെ 2 വീഡിയോയിൽ തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിനെ കുറിച്ചും അതുപോലെ തന്നെ മറാത്ത പാലസിനെ കുറിച്ചും പറഞ്ഞിരുന്നു. 2 എപ്പിസോഡായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. തഞ്ചാവൂരിൽ ബിഗ് ടെമ്പിളും അതുപോലെ തന്നെ തഞ്ചാവൂർ മറാത്ത പാലസും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റിയ അതല്ലെങ്കിൽ ക്ഷീണം മാറ്റുന്നതിനും ബാക്കി സമയം ചെലവഴിക്കുന്നതിനും നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശിവഗംഗ പാർക്ക്. ഇത് ബിഗ് ടെമ്പിളിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് കയറാനുള്ള എൻട്രി ഫീ അഡൽട്ടിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവർത്തന സമയം. ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകൾ, അതുപോലെ തന്നെ ഊഞ്ഞാലുകൾ, ഫൗണ്ടെയിൻ, വെള്ളച്ചാട്ടങ്ങൾ, വിശാലമായിട്ടുള്ള പുൽത്തകിടികൾ, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, നല്ല മരങ്ങളാൽ തീർത്ത തണലുകൾ, വളരെ കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ നമുക്ക് ലഭിക്കും. മൈസൂരിലെ വൃന്ദാവനവും ബാംഗ്ലൂരിലെ ലാൽബാഗും കണ്ടുപരിചയിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത്തരം പാർക്കുകൾ ചെറുതല്ലേ, അതല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യാൻ മാത്രമുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം. എങ്കിലും തഞ്ചാവൂരിൻ്റെ തിരക്ക് നിറഞ്ഞ റോഡുകളിൽ നിന്നും ടെമ്പിളും അതുപോലെ തന്നെ മറാത്ത പാലസും കണ്ട് ക്ഷീണിച്ച ആളുകൾക്ക് ബാക്കി സമയം ചെലവഴിക്കാനും പറ്റുന്ന ഒരിടം എന്ന നിലയിൽ ശിവഗംഗ പാർക്ക് നല്ലൊരിടമായി തന്നെ കാണാവുന്നതാണ്. തഞ്ചാവൂരിലെ ആളുകൾ അവരുടെ ഒരു ഉദ്യാന കേന്ദ്രമായി കാണുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് ശിവഗംഗ പാർക്ക്. പൊതുവെ വീക്കെൻഡ് ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഞാനിവിടെ പോയിട്ടുള്ളത് വർക്കിംഗ് ഡേയ്സിലാണ്. അതുകൊണ്ടാണ് അധികം ആളുകളില്ലാത്തത്. ഉച്ച സമയമാണ് ഞാൻ ചെന്നിട്ടുള്ളത്. ആയതിനാൽ കൂടിയാണ് ആളുകളുടെ കുറവ് ഇവിടെ അനുഭവപ്പെടുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഐസ്ക്രീം, മറ്റ് സ്നാക്സുകൾ കഴിക്കുന്നതിനും ഒരു കഫേ ഇവിടെ റെഡിയാണ്. ഇവിടെ ചായയും കോഫിയും അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളും ചെറിയ രീതിയിലുള്ള മറ്റ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ബിഗ് ടെമ്പിളിൻ്റെ പിൻവശം കാണാവുന്നതാണ്. ചോള സാമ്രാജ്യം നിലനിന്നിരുന്ന കാലത്ത് ജലസേചനത്തിനും മറ്റുമായി ടെമ്പിളിൻ്റെ പിൻവശത്തും സൈഡിലും വലിയ കുളങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. ആ കുളത്തിൻ്റെ ഓരത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന അന്നത്തെ രാജവംശവും അവർ പണി കഴിപ്പിച്ചിട്ടുള്ള നിർമ്മിതികളും അവരുടെ കൊത്തുപണികളും അവരുടെ നിർമ്മാണ രീതികളും കരകൗശല വസ്തുക്കളും വാസ്തുശാസ്ത്രവും എല്ലാം നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഓരോ നാട്ടിലും അതിൻ്റേതായ മേന്മകൾ വിളിച്ചോതുന്ന നിർമ്മിതികൾ ധാരാളമുണ്ട്. അത്തരമൊരു സ്ഥലമാണ് തഞ്ചാവൂരും. തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം നിർമ്മിതികളും അത്ഭുതങ്ങളുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നുകൂടി അറിയുന്ന സ്ഥലമാണ് തഞ്ചാവൂർ. ഒരു കാലത്ത് സാമ്പത്തികമായും സാംസ്കാരികമായും വളരെ മുന്നിൽ നിന്നിരുന്ന കേളികെട്ടിരുന്ന ഒരിടം. ഇന്നും അതിൽ ഒരു മാറ്റവുമില്ല. കുച്ചിപ്പുടിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും പെയിൻറ്റിങ്ങുകളുടെയും ചിത്രകലയുടെയും കൊത്തുപണികളുടെയും നാട്. തഞ്ചാവൂർ വീണൈ എന്ന് പറയുന്ന രീതിയിൽ തന്നെ സംഗീതോപകരണങ്ങൾ അറിയപ്പെട്ട ഒരു നാട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുതായിട്ടൊന്നുമില്ലെങ്കിലും തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശിവഗംഗ പാർക്ക്. തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിളിന് പിറകിലായി 13 ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. തഞ്ചാവൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ പാർക്ക് കൈവശം വെക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതും. വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഇതിന് ആവശ്യമായ അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസും നടത്തി വരുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക് യു.